ചോദ്യപേപ്പർ ചർച്ചയിൽ എസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. അന്വേഷണ നടപടികളുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ് മൊഴി നൽകാനാണ് എത്തിയത്. മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും ഷുഹൈബ്. ചോദ്യം ചെയ്തതിനു ശേഷം പറയാൻ പറ്റും. ചെയ്യട്ടെ, വിശദമായ മൊഴിയെടുക്കട്ടെ. മൊഴിയെടുത്തതിനു ശേഷം പറയാം. കോടതി അതിനുള്ള അങ്ങനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ അവസരം വേണമെന്ന് അവരുടെ അഡ്വക്കേറ്റ് വാദിച്ചപ്പോൾ അതിനൊരു അവസരം കൊടുക്കാൻ കോടതി പറഞ്ഞു. ചോദ്യം ചെയ്തതിനു ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ചോദ്യം ചെയ്യലിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയാം എന്നാണ് ഇപ്പോൾ ഷുഹൈബ് പറഞ്ഞിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? നീണ്ടകാലം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷുഹൈബ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഹാജരായിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് പലതവണ ഷുഹൈബിന് നോട്ടീസ് നൽകിയെങ്കിലും അതോടൊപ്പം തന്നെ വീട്ടിലടക്കം പോയി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഷുഹൈബ് ഒരിക്കൽ പോലും ഹാജരാവാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ പോലും ഷുഹൈബ് തയ്യാറായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ പോലും സാധിച്ചിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഷുഹൈബ് കോഴിക്കോട് സെഷൻസ് കോടതി ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഷുഹൈബ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. തുടർന്നാണ് ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഇടക്കാല ഉത്തരവ് ഇറക്കുന്നത്. ഇതേ തുടർന്ന് ഹൈക്കോടതി ഉന്നയിച്ച മറ്റൊരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാവണം എന്നുള്ളൊരു നിർദ്ദേശം കൂടെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഷുഹൈബ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഹാജരായിരിക്കുന്നത്. ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഷുഹൈബിനോട് ഈ വിഷയം കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയപ്പോൾ ഷുഹൈബ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണ നടപടികളുമായി സഹകരിക്കുമെന്നാണ് ഷുഹൈബ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മൊഴി നൽകാനാണെന്നും മറ്റു കാര്യങ്ങൾ പിന്നീട് പറയുമെന്നാണ് ഷുഹൈബ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഷുഹൈബ് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം അല്ലെങ്കിൽ മൊഴിയെടുത്തതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്നുള്ളതാണ് ഷുഹൈബ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ക്രൈംബ്രാഞ്ച് എസ് മൊയ്തീൻകുട്ടി അദ്ദേഹം പറയുന്നത് ഇക്കാര്യം തന്നെയാണ്. അതായത് ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഇനി ഈ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് കൂടുതൽ റിപ്പോർട്ട് ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ റിപ്പോർട്ട് കോടതിയിൽ അടക്കം സമർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ റിപ്പോർട്ടുകൾ അടക്കം അതോടൊപ്പം തന്നെ എസ് സൊല്യൂഷൻ സ്ഥാപനത്തിലെത്തി തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഹൈക്കോടതി ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതിനുശേഷം മാത്രമായിരിക്കും വീണ്ടും ചോദ്യം ചെയ്യണമോ എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇക്കാര്യങ്ങളെല്ലാം പിന്നീടായിരിക്കും പരിശോധിക്കുക. തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ക്രൈംബ്രാഞ്ച് എസ് മൊയ്തീൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇനിയും കൂടുതൽ അധ്യാപകർക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരാരും തന്നെ ഈ ഒരു ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല. മാത്രമല്ല ഹാജരാവുന്നതിനൊന്നും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഈ അധ്യാപകരാരും തന്നെ ഹാജരായിരുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലെ അധ്യാപകരെല്ലാം തന്നെ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശരി അഭിന.